റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് എത്രത്തോളം നിങ്ങൾ സക്സസ് ആകുന്നുണ്ട് അവിടെയാണ് നിങ്ങളുടെ വിധികൾ തീരുമാനിക്കപ്പെടുന്നത്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്. വെർബേറ്റിം എന്ന് പറയും, അതായത് വേർഡ്സ് ടു വേർഡ്. നമ്മൾ ഈച്ച കോപ്പി എന്നൊക്കെ പറയാറില്ല ചില സമയത്ത്. അപ്പോൾ അതേപോലെ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കീവേഡ്സ് ഉണ്ട്. അതങ്ങനെ തന്നെ നിങ്ങളുടെ റെസ്യൂമേയിൽ വന്നാൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ATSൽ ട്രാക്ക് ചെയ്യപ്പെടുക. എന്താ ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. നമുക്കറിയാം പണ്ടത്തേതുപോലെ വളരെ കുറച്ച് ആപ്ലിക്കൻസ് മാത്രമല്ല ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും 100-ലധികം ആൾക്കാർ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് മാനുവലി ഒരു HR മാനേജറോ അസിസ്റ്റന്റോ ഇരുന്ന് ചെയ്യുന്നതിന് പകരമായിട്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ATS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ നല്ല കളർഫുൾ ആയിട്ട്, നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം വിസിബിൾ ആയിട്ട് ആ ഒരു ഫോണ്ടും കാര്യങ്ങളും കാണിക്കാൻ പറ്റും, അങ്ങനെ മനോഹരമാക്കിയ റെസ്യൂംസ് ഒക്കെ അയക്കുന്ന കാലം കഴിഞ്ഞു. ഇന്നിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഒരുപാട് എക്സ്പോസ് ചെയ്യാത്ത രീതിയിലുള്ള റെസ്യൂംസ് ATSന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഈ പറയുന്ന വെർബേറ്റിം എന്ന് പറയുമ്പോൾ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കീവേഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അതങ്ങനെ തന്നെ നമ്മുടെ റെസ്യൂംസിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്ത് ആ കോഡുകൾ മാച്ച് ചെയ്യാൻ മാത്രമാണ് നിങ്ങളുടെ റെസ്യൂംസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, നമ്മൾ ജോബ് വരുന്ന, അല്ലെങ്കിൽ ജോബിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്നും എന്താണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ക്ലീൻ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കീവേഡ്സ് നമ്മുടെ റെസ്യൂമിലോട്ടും കോപ്പി ചെയ്യണം. അതുകൊണ്ടാണ് ഇതിൻ്റെ വെർബേറ്റിം എന്ന് പറയുന്നത്, വേർഡ് ടു വേർഡ്. അതിനകത്ത് എന്ത് വേർഡാണോ അതിന് യാതൊരു വിധ മാറ്റവും വരുത്താതെ ആ വേർഡ്സ് അല്ലെങ്കിൽ ആ കീ വേർഡുകൾ അതേപോലെ നമ്മുടെ റെസ്യൂമിലും കാണിച്ചിരിക്കണം. ഇതെവിടെയൊക്കെ കാണിക്കാൻ പറ്റുന്നത്? 3 സ്ഥലത്ത് നമുക്ക് ഈ പറയുന്ന കീവേഡ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ പ്രൊഫഷണൽ സമ്മറിയാണ്. നമ്മളൊരു ചെറിയൊരു 3-4 ലൈൻസിൽ നമ്മുടെ പ്രൊഫഷണൽ സമ്മറി കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കീവേഡ്സിലെല്ലാം അല്ലെങ്കിൽ ഒരു 2-3 കീവേഡ്സ് എങ്കിലും നിങ്ങൾ കാണിച്ചിരിക്കണം. അടുത്തൊരു സെക്ഷനാണ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ആണ് പ്രീവിയസ് എംപ്ലോയിയുടെ അടുത്ത് അല്ലെങ്കിൽ എംപ്ലോയിയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു 2-3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെയും നമുക്ക് 1-2 കീവേഡ്സ് ആഡ് ചെയ്യാം. എവിടെയുള്ളത്? നമ്മുടെ പുതിയ എംപ്ലോയർ തന്നിട്ടുള്ള JDയിനകത്ത് എന്തൊക്കെയാണുള്ളത് അതിനകത്ത് നിന്നും എക്സാക്റ്റ് ആയിട്ടുള്ള 2-3 ടേംസ്. ഇനി മൂന്നാമത്തെ ഒരു ഏരിയ ആണ് നമ്മുടെ സ്കിൽ സെക്ഷൻ. നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തും JDയിൽ പറഞ്ഞിരിക്കുന്ന ചില കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കീവേഡ്സ് തമ്മിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മാച്ച് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എല്ലാ ജോലിക്കും ഒരേ റെസ്യൂമേസും ഒരേ കവർ ലെറ്ററും അയച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇപ്പോൾ ഇല്ല. ഒരാളാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊക്കെ സിമ്പതിയുടെ പേരിലൊക്കെ ഒരു പക്ഷെ നമുക്ക് റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടാം. പക്ഷെ ഇന്നിപ്പോൾ ATSലൂടെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കീവേഡ്സ് എത്രത്തോളം മാച്ച് ആകുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് ഒരു റൗണ്ടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇന്റർവ്യൂ കോളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കരിയർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും കൊമേഴ്സിലെ മറ്റ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.